കുടിക്കാതെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ആ ഗതിയിലായി പോയി ശങ്കരന്റെ ജീവിതം. കുടിച്ചു കുടിച്ച് മരിച്ച അച്ഛന്റെ പെൺകുട്ടികളുടെ ജീവിതമൊന്നും അച്ഛന് കാണണ്ടല്ലോ. അതിന് ഗിരിയുണ്ടല്ലോ. എന്റെ പെമ്മക്കളെ അവൻ നോക്കിക്കോളും. അങ്ങനെ പറഞ്ഞ കഴിഞ്ഞല്ലോ അല്ലേ? സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാലോ. അച്ഛാ, മദ്യപിക്കുന്നവര് മദ്യപിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളും ന്യായങ്ങളും കണ്ടെത്തും. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കണം, മദ്യം ആശ്വാസത്തിനുള്ള മരുന്നൊന്നുമല്ല. അതൊരു മാരകമായ വിഷമാണ്. അതിനെ സ്വർണപാത്രത്തിൽ പകർന്നു കിട്ടിയാലും അമൃതല്ല. മദ്യം നൽകി സൽക്കരിക്കാനും പറ്റിക്കാനും ഒരുപാട് പേരുണ്ടാവും. ഉപദേശിക്കാനും നന്നാക്കാനും ആരുണ്ടാവില്ല. പറ്റിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ മോള് പറഞ്ഞത് ശരിയാ. കള്ളൊഴിച്ചു തന്ന ഒരുപാട് പേര് എന്നെ പറ്റിച്ചിട്ടുണ്ട്. എന്റെ സ്വത്തുവകകൾ കണ്ടമാനം ആ വകയിൽ ഒരുപാട് പേര് പറ്റിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പലരും എന്നെ കൊണ്ട് പലതിലും ഒപ്പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഒപ്പിട്ട കടലാസുകൾ കൊണ്ട് അവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ദൈവം തമ്പുരാൻ മാത്രമേ അറിയൂ. അതൊക്കെ ഒരു നശിച്ച കാലം. പക്ഷെ ഇപ്പൊ അതൊന്നും എനിക്ക് ഓർമ്മയില്ല മോളെ. ആ ഒപ്പിട്ട കൂട്ടത്തില് മോളുടെ അച്ഛനും ഞാൻ എന്തൊക്കെയോ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദോഷം പറയരുതല്ലോ. എന്നെ ആകെ കൂടി സഹായിച്ചിട്ടുള്ളത് പത്മനാഭൻ അളിയൻ മാത്രമാണ്. ഒരുപാട് പണം അളിയൻ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ നന്ദി ഞാൻ കാണിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിച്ച് കുറെ രേഖകൾ എടുത്ത് അളിയന് കൊടുത്തത്. എന്തൊക്കെ രേഖകളാ കൊടുത്തത്? അച്ഛന് എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? കല്ലിന്റെ പുറത്ത് എടുത്തു കൊടുത്തതൊക്കെ എങ്ങനെ ഓർക്കാനാ? ഒരു ഓർമ്മയും ഇല്ല. അച്ഛാ, ഇത് അവസാനായിട്ട് പറയോ? ഇനി മേലില്ല ഇത് ആവർത്തിക്കരുത്. അച്ഛൻ ഒരു വിഷമവും വേണ്ട. അനാവശ്യമായിട്ട് ഒന്നിനെ കുറിച്ച് ഓർക്കുകയും വേണ്ട.